സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദ് എഴുതിയ നോവൽ സുമംഗലി തുടരുന്നു. അധ്യായം 6. ആദ്യം ചിരിയാണ് വന്നത് ചന്തുവിന്. എന്നാൽ കല്യാണിയുടെ കൂർപ്പിച്ച മുഖം കണ്ടപ്പോൾ അവൻ തനി സ്വഭാവം പുറത്തു ചാടി. ഉടുക്കാനറിയാത്തതിന് സാരിയെ കുറ്റം പറയണ്ട, വേണമെങ്കിൽ വേറെ പെണ്ണുങ്ങളെ വിളിക്കാം, ചന്തമായിട്ട് ഉടുത്തു വരുന്നത് കാണാം. ചന്തു ഇഷ്ടപ്പെട്ടു വാങ്ങിയ സാരിയായിരുന്നു അത്. കസവ് ബോർഡറുള്ള ഇളനീല കോട്ട. കല്യാണിയെപ്പോലെ അംഗവടിവുള്ള പെണ്ണുങ്ങൾ അതൊടുത്താൽ എത്ര ഭംഗിയായിരിക്കുമെന്നും അവൻ സങ്കല്പിച്ചിരുന്നു. എല്ലാറ്റിനുമുപരി അവൾക്ക് വേണ്ടി താൻ വാങ്ങിയതല്ലേ, അത് ധർമ്മക്കാർക്ക് കൊടുക്കുകയേ തരമുള്ളൂ പോലും. കല്യാണിയുടെ സ്വഭാവവിശേഷത്തെക്കുറിച്ച് അസുഖത്തെക്കുറിച്ചും ഒന്നും അവൻ ഓർത്തില്ല. 3-4 ദിവസങ്ങളായി അനുഭവിക്കുന്ന അന്തസംഘർഷം ഒരുമിച്ച് വെളിയിൽ ചാടി. സ്നേഹം വേണ്ട, നന്ദിയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയുമോ? തന്നോട് തന്നെ എന്നോണമായിരുന്നു ചന്തുവിൻ്റെ ചോദ്യം. ഒന്നുമില്ലെങ്കിലും ഇങ്ങനെയൊരു കക്ഷിയെ ചുമക്കാൻ തയ്യാറായില്ല ഞാൻ. ഇഡിയറ്റ്. ഉടുക്കാൻ അറിയില്ലെങ്കിൽ ചന്തുവേട്ട, എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുമല്ലോ. അതിനു പകരം ആര് പറഞ്ഞു എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ലെന്ന്? ചന്തുവിനെ ജയിക്കുന്ന രോഷത്തിലാണ് കല്യാണിയുടെ ചോദ്യം. കോട്ടനും കോട്ടായും ഒന്നും എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടാ. നന്ദൻ പോളിസ്റ്റർ വാങ്ങുക. പോളിസ്റ്റർ എനിക്കിഷ്ടം. പോളിസ്റ്റർ? ചന്തു അവളുടെ നേർക്ക് ഇരച്ചു ചെന്നു. വീട്ടിൽ നിന്ന് പുറത്ത് കടന്നിട്ടില്ലാത്തോളം പോളിസ്റ്റർ വാങ്ങി പുതച്ചുകൊണ്ട് നടക്ക്. ഉടുത്ത് നടക്കാൻ ഈ ജന്മത്തു പറ്റൂല. അതിനുള്ള സൗന്ദര്യബോധം കൊച്ചേ നിനക്കില്ല. ത്രേതായുഗത്തിൻ്റെ ഒരു പടപ്പാ നീ. കൊള്ളാവുന്നൊരു കുടുംബത്തിൽ വന്ന് ജനിച്ചു പോയതുകൊണ്ടും IAS ചേട്ടൻ്റെ അനിയത്തി ആയതുകൊണ്ടും ആ പോളിസ്റ്റർ എന്നൊക്കെ തത്ത പറയണത് പോലെ പറയണത്. ആ പരിഹാസം കല്യാണിയെ ദേഷ്യത്തിൽ തിളപ്പിച്ചു. പാഞ്ഞു ചെന്ന് ആ പുത്തൻ ഷർട്ട് വലിച്ചു കീറി തുണ്ടം തുണ്ടമാക്കി എറിയാനുള്ള ആവേശമുണ്ടായി അവൾക്ക്. പക്ഷെ ചെറിയമ്മയുടെയും നന്ദൻ്റെയും ഉപദേശങ്ങൾ കാതിൽ അരിച്ചു നിൽക്കുന്നു. പോടാ കുരങ്ങ, അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ദണ്ണം തീർത്തു. ഒന്ന് കൊടുക്കാനായി കൈ ധരിച്ചതാണ് ചന്തുവിന്. അപ്പോഴാണ് അമ്മയുടെ ശബ്ദം. ചന്തുവേ, എന്താടാ അവിടെ? ഒന്നുമില്ല, ചന്തു വിളിച്ചു പറഞ്ഞു. മച്ചിലൊരു എട്ടുകാലി, അതിനെ തച്ചു കൊന്നതാ. മകൻ പറയണത് നുണയാണെന്ന് വിലാസിനിയമ്മയ്ക്ക് അറിയാമായിരുന്നു. ചന്തു മഹാചുണ്ടിക്കാരനാണ്. ഇച്ഛ തെറ്റിയാൽ പൊട്ടിത്തെറിക്കും. അങ്ങനെയുള്ള ഒരുവൻ്റെ അടുത്ത് ദുശാഠ്യവും തർക്കുത്തരവും പ്രയോഗിച്ചാലോ? അവൻ എന്തു പറഞ്ഞാലും കല്യാണി ഒറ്റയ്ക്കൊറ്റയ്ക്ക് മറുപടി കൊടുക്കും. അവൻ്റെ മൂക്കിൽ ഇടിക്കുമ്പോലുള്ള മറുപടികൾ. അത് മതിയല്ലോ വഴക്കിന്. കല്യാണിയെ ശാസിക്കാൻ തങ്ങൾക്ക് അധികാരമില്ല. ചന്തുവിനെ ഉപദേശിക്കുകയേ തരമുള്ളൂ. സമയം 10 ആവണു, വിലാസിനിയമ്മ വിളിച്ചു പറഞ്ഞു. 10:30 രാഹുകാലം തുടങ്ങും. അതിനു മുമ്പേ ഇറങ്ങണേ. ഇങ്ങോട്ട് മാറി നിൽക്കടി കഴുതേ, ചന്തു കല്യാണിയോട് കൽപ്പിച്ചു. എന്നിട്ട് അരയിൽ ചുരുട്ടിക്കൂട്ടി ഉറപ്പിച്ചിരുന്ന അവളുടെ സാരി അഴിച്ചെടുത്തു. ഞാൻ ഉടുപ്പിച്ചു തരാം. കോളേജ് നാടകത്തിൽ സ്ത്രീവേഷം കെട്ടിയപ്പോൾ സാരി ഉടുത്ത പരിചയമുണ്ട്. വാ. കൂർത്ത മുഖത്തോടെ കല്യാണി നിന്നു. ഭംഗിയായി ഞൊറിഞ്ഞ് മുന്താണി മടക്കി ചന്തത്തിൽ തന്നെ ചന്തു അവളെ സാരി ഉടുപ്പിച്ചു. എങ്ങനെയുണ്ടെന്ന് നോക്ക്, എൻ്റെ സാരി കൊള്ളാമോന്നും? കല്യാണിയെ പിടിച്ചു വലിച്ചവൻ നിലക്കണ്ണാടിക്ക് മുന്നിൽ നിർത്തി. കല്യാണിയുടെ നീൾമെഴികൾ വിടർന്നു. അവൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. താൻ ഇത്ര സുന്ദരിയാണോ? സാരിയുടെ ഇളകുന്ന ഞൊറികൾ അവളിൽ വിസ്മയം ഉണർത്തി. എൻ്റെ സാരി എങ്ങനെ? ചന്തു അവളോട് തിരക്കി. അവൾ സമ്മതത്തിൽ തലയിളക്കി. നിനക്ക് സാരി ഉടുക്കാൻ അറിയില്ലെന്ന് സമ്മതിക്കുന്നോ? ഈ ചന്തുവേട്ടൻ. കല്യാണിക്ക് നാണം. നിന്റെ ഈ നാണം തനി അനവലാതി പെണ്ണുങ്ങളുടേതാ, ചന്തു പറഞ്ഞു. ഇതിലും ചന്ത നീ ചുണ്ടി കാട്ടുമ്പോഴാ. ചന്തുവേ, വീണ്ടും അമ്മയുടെ വിളി. നേരമായടാ, ഒന്ന് പുറപ്പെടാൻ നോക്ക്. ചന്തു പെട്ടിയും ബാഗും എടുത്ത് കല്യാണിയെ വിളിച്ചു. രണ്ടാളും ഭൂമുഖത്ത് അച്ഛൻ്റെ മുന്നിലെത്തി. കല്യാണിക്ക് എവിടെ നിൽക്കണതോ വീട്ടിൽ നിൽക്കണതോ ഏറെ ഇഷ്ടം? ചന്ദ്രമാഷ് മരുമകളോട് തിരക്കി. മുഖം കുനിച്ച് നിന്നതല്ലാതെ കല്യാണി ശബ്ദിച്ചില്ല. കുട്ടിയുടെ ഇഷ്ടമാണ് പ്രധാനം, മാഷ് തുടർന്നു. എവിടെയായാലും നീയും ചന്തുവും സുഖമായിരിക്കണം, അതാണ് അച്ഛൻ്റെ ആഗ്രഹം. ചന്തു സൂട്ട് കേസും ബാഗുമായി ബൈക്കിനരികിൽ എത്തിയിരുന്നു. അത് കണ്ട് ചന്ദ്രമാഷ് വിലക്കി. വേണ്ട, വയ്യാത്ത കുട്ടിയെ കൊണ്ട് അതിൽ പോകണ്ട. കവലയിൽ നിന്നൊരു വാടകക്കാർ പിടിച്ചോളൂ. ചന്തു തിരിഞ്ഞ് കല്യാണിയെ നോക്കി. ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. പേടിയുണ്ടോ? ആ. അവൾ മുഖം കുനിച്ചു. എങ്കിൽ വാ. ചന്തു പുറത്തേക്ക് നടന്നു. നിങ്ങൾ അവിടെ എത്തിയാൽ ഉടൻ ഇങ്ങോട്ട് വിളിച്ചു പറയണേ ചന്തുവേ, പൂമുഖത്ത് നിന്ന് വിലാസിനിയമ്മ അറിയിച്ചു. സമ്മതഭാവത്തിൽ ചന്തു കൈ ഉയർത്തി കാണിച്ചു. പ്രധാന നിരത്തിയിലെത്തിയപ്പോൾ ചന്തു കല്യാണിയോട് പറഞ്ഞു. ഞാനൊരു കോളേജ് ലെക്ചറാ. പാവം, കിമ്പളമൊന്നും നമുക്ക് കിടക്കാറില്ല. അതുകൊണ്ട് വാടകക്കാരിൽ സഞ്ചരിക്കുന്നതിന് പകരം നമുക്ക് ബസ്സിൽ സഞ്ചരിച്ച് ശീലിച്ചാലോ? ആ. കല്യാണി തലയാട്ടി. എങ്കിൽ സൂട്ട് കേസ് ഞാൻ പിടിച്ചോളാം. മോൾ ഈ ബാഗ് തൂക്കിയാൽ മതി. എന്താ? അതും കല്യാണി സമ്മതിച്ചു. അപ്പോഴേക്കും വളവ് തിരിഞ്ഞൊരു ബസ് വരുന്നത് കണ്ട് ചന്തു കൈ കാണിച്ചു. വേഗം കയറി കിട്ടണ സീറ്റിലിരുന്നോളണം. ചന്തു ഭാര്യയ്ക്ക് നിർദ്ദേശം നൽകി. സീറ്റ് ഒഴിവില്ലെങ്കിൽ മുകളിലെ കമ്പിയിൽ പിടിച്ചു നിന്നോളണം. ആള് കയറിയാൽ ഉടൻ വണ്ടി വിടുവന്മാർ.
പാവം കല്യാണിക്ക് ബസ്സിൽ യാത്ര ചെയ്ത് ഓർമ്മയേയില്ല. എന്നിട്ടും അവൾ അനിഷ്ടം ഭാവിച്ചില്ല. നന്ദൻ്റെയും ചെറിയമ്മയുടെയും ഉപദേശങ്ങൾ ഓർത്തു. ചന്തു പറയണത് എന്തായാലും അനുസരിച്ചോളണം. അരുതാത്തതൊന്നും അവൻ പറയില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ബസ് വന്നു നിന്നതും ചന്തു കൈ പിടിച്ച് കല്യാണിയെ ബസ്സിനുള്ളിൽ കയറ്റി പിറകെയാണ് അവൻ കയറിയത്. പ്രതീക്ഷിച്ചതുപോലെ പെട്ടെന്ന് വണ്ടി വിട്ടു. ഇരിക്കാൻ ഒരൊറ്റ സീറ്റും ഒഴിവില്ല. വണ്ടിയുടെ ചലനത്തിൽ വേച്ചുപോയ കല്യാണിയെ താങ്ങി പിടിച്ചാണ് ചന്തു കൈ പിടിക്കാനുള്ള കമ്പിക്കരിയിൽ എത്തിച്ചത്. പിടിച്ചു നിന്നോളൂ, അല്പം ചെല്ലുമ്പോൾ ഏതെങ്കിലും സീറ്റ് ഒഴിയാതിരിക്കില്ല. ചന്തു കല്യാണിയെ സാന്ത്വനിപ്പിച്ചു. ചന്തുവിൻ്റെ 2 കയ്യിൽ സൂട്ട് കേസുകൾ. അവ തൂക്കിപ്പിടിച്ചൊരു സീറ്റിൽ ചാരി ബാലൻസ് ചെയ്താണ് അവൻ നിൽക്കുന്നത്. കല്യാണിയുടെ ഒരു കയ്യിൽ ബാഗും മറുകൈ മുകളിലെ കമ്പിയിലും. പെട്ടെന്നാണ് അവളുടെ ചുമലിൽ നിന്ന് സാരിയുടെ മുന്താണി ഊർന്ന് താഴേക്ക് വീണത്. ബാഗ് താഴേക്കിട്ടെങ്കിലും കമ്പിയിലെ പിടിവിടാതെ ഒരു കൈ കൊണ്ട് മുന്താണി പിടിച്ചിടുവാൻ അവൾക്കായില്ല. സുന്ദരിയായ ഒരു യുവതിയുടെ ആ നില അടുത്ത് ഇരുന്നിരുന്ന ചെറുപ്പക്കാരെ രസിപ്പിച്ചു. ചന്തു വല്ലാത്ത അവസ്ഥയിലായി. സാരി നേരെ പിടിച്ചിടുകല്ലു, അവൻ കല്യാണിയെ തോണ്ടി. അതോടെ അവൾ കമ്പിയിലെ പിടിവിട്ട് താഴേക്ക് കുനിഞ്ഞു. ഉടൻ വണ്ടിയുടെ ഇളക്കത്തിൽ തെറിച്ച് താഴെ വീഴുകയും ചെയ്തു. കല്ലു, സൂട്ട് കേസുകൾ താഴെയിട്ട് ചന്തു അവളെ താങ്ങിയെടുത്തു. അതിനിടയിൽ കണ്ടക്ടർ ബെല്ലടിച്ച് വണ്ടി നിർത്തിയിരുന്നു. വരൂ, ഇറങ്ങാം, ചന്തു കല്യാണിയോട് പറഞ്ഞു. സൂട്ട് കേസുകളും ബാഗുമായി ചന്തു ബസ്സിൽ നിന്നിറങ്ങി. പുറകെ കല്യാണിയും. ചന്തുവിന് ആരോടെന്നില്ലാത്ത അമർഷം. ആകെ നാറിക്കുളമായി. വണ്ടിയിലുണ്ടായിരുന്ന സകലരും ശ്രദ്ധിച്ചിരിക്കണു. അതിന് ഞാൻ എന്താ ഇപ്പോൾ ചെയ്യുക? കല്യാണി ദയനീയമായി ചന്തുവിനെ നോക്കി. പെണ്ണുങ്ങളായാലേ കുറച്ചൊക്കെ പുറത്തിറങ്ങി സഞ്ചരിക്കണം. ഓരോ പെൺകുട്ടികളും പുസ്തകങ്ങളും കുടയും ചോറ്റുപാത്രവും ബാഗും എല്ലാം താങ്ങിപ്പിടിച്ച് ബസ്സിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യണത് കണ്ടിട്ടുണ്ട്. അവറ്റകളുടെ സാരിയുടെ ഞുറിക്ക് പോലും ഒരു ഇളക്കവും ഉണ്ടാവില്ല. അറിയോ, എപ്പോഴും കാറിലും സ്വന്തം വാഹനങ്ങളിലും സഞ്ചരിക്കാൻ എല്ലാവർക്കുമൊന്നും കഴിഞ്ഞെന്നും വരില്ല. ഏതു സാഹചര്യത്തിലും ജീവിക്കാൻ പഠിച്ചിരിക്കണം ഇന്നത്തെ മനുഷ്യർ, ചന്തു ഉപദേശിച്ചു. കല്യാണി വിമ്മിട്ടത്തിലൊന്നും മുഖം കുടഞ്ഞതല്ലാതെ ശബ്ദിച്ചില്ല. ഒരു ഓട്ടോറിക്ഷ ഒഴിഞ്ഞു വരണത് ചന്തു കൈ കാണിച്ച് നിർത്തി. വാ, കല്യാണിയും കൂട്ടി അവൻ ഓട്ടോറിക്ഷയിൽ കയറി. അടുത്ത ടാക്സി സ്റ്റാൻഡിൽ ഇറക്കിയേക്ക് ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. വാടകക്കാറിലാണവർ കല്യാണിയുടെ വലിയ വീടിൻ്റെ പോർച്ചിലെത്തിയത്. ചെറിയമ്മയാണ് ആദ്യം ഓടിയിറങ്ങി വന്നത്. പിറകെ ഗൗരിയും. ഏറ്റവും പിന്നിൽ നന്ദഗോപൻ. കല്ലുവും ചന്തുവും വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നന്ദൻ അവധിയെടുത്തത്. എൻ്റെ അമ്മ വന്നോ? ചെറിയമ്മ കല്യാണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ഗൗരിയും വന്ന് കല്യാണിയുടെ കൈ കവർന്നു. എല്ലാവരും ചേർന്നാണ് അവളെ അകത്തേക്ക് ആനയിച്ചത്. അകത്തെ ഹാളിൽ എത്തിയതും നന്ദൻ അനുജത്തിയോട് തിരക്കി. യാത്ര സുഖമായിരുന്നു മോളെ? കല്യാണി ഒരു നിമിഷം ഏട്ടനെ തന്നെ നോക്കി നിന്നു. പിന്നെ തിരിഞ്ഞ് ചന്തുവിനെ തിരഞ്ഞു. ഏറ്റവും പിന്നിൽ ആരും വരവേൽക്കാതെ അന്യനെപ്പോലെ വാതിലിൽ നിൽക്കുകയാണ് ചന്തു. ചന്തുവേട്ടൻ എന്നെ വഴക്കു പറഞ്ഞു. ഒരു ചെറിയ കുട്ടിയെപ്പോലെ കല്യാണി ഏട്ടനോട് പരാതിപ്പെട്ടു. ബസ്സിൽ വെച്ച് ഞാൻ വീണു. പറഞ്ഞതും അവൾ കരയാൻ തുടങ്ങി. അതിനും ചന്തുവേട്ടൻ എന്നെയാണ് കുറ്റപ്പെടുത്തിയത്. നന്ദൻ അറിയാലോ ഞാൻ മുമ്പ് ബസ്സിൽ കയറിയിട്ടില്ലെന്ന്. നന്ദഗോപനും ചന്തുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. അപ്പോൾ നിങ്ങൾ ബസ്സിനാണോ പോകുന്നത്? പിന്നെ എങ്ങനെ ഇപ്പോൾ കാറിന് വന്നു? പകുതി വഴി കഴിഞ്ഞാണ് കാറ് പിടിച്ചത്, ചന്തു അറിയിച്ചു. കല്ല് ബസ്സിൽ വെച്ച് വീണുവോ? അത് പിന്നെ ചന്തു ഒന്ന് പതറി. പിന്നെ പറഞ്ഞു, വീണു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബസ്സിൽ കയറണേന്ന് എനിക്കറിയില്ലല്ലോ. ചന്തു മുഖം വീർപ്പിച്ച് നിന്നു. ഇങ്ങനെയൊരു പിശുക്കൽ. ഗൗരി ചന്തുവിനെ കുറ്റപ്പെടുത്തി. വീട്ടിൽ നിന്ന് തന്നെ ഒരു ടാക്സി പിടിച്ച് പോരാമായിരുന്നല്ലോ. ഞാൻ വെറും ഒരു മലയാളം ലെക്ചററാണ്. കസർത്തുക്കളൊന്നും വശമില്ലാത്തൊരു സാധു. എൻ്റെ ഭാര്യ ബസ്സിൽ യാത്ര ചെയ്യാനും കൂടി ശീലിക്കണമെന്ന് എനിക്ക് തോന്നി. കനത്തിലായിരുന്നു ചന്തുവിൻ്റെ മറുപടി. ചന്തുവിൻ്റെ മറുപടി നന്നായി ബോധിച്ചിട്ടും ഗൗരി പ്രത്യക്ഷത്തിൽ അവനെ എതിർക്കുകയാണ് ചെയ്തത്. ശീലങ്ങൾ പഠിപ്പിക്കാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതിയായിരുന്നു. അതെങ്ങനെ? എല്ലാവരുടെയും മുന്നിൽ മിടുക്കനാവണം എന്നൊരു ഭാവമുണ്ട് ചന്തുകൂട്ടന്. അതിന് ചേരുന്ന കുറേ വാചകോടികളും മതി. നന്ദൻ ഗൗരിയോടും ചന്തുവിനോടുമായി അറിയിച്ചു. അകത്തേക്ക് പോകാം. ചന്തുവിനും കല്യാണിക്കും വിശക്കുന്നുണ്ടാകും. ചെറിയമ്മ ഒന്ന് അടുക്കളയിലേക്ക് ചെല്ല്. ചെറിയമ്മ അടുക്കളയിലേക്ക് ഓടി. കല്ലു, ചന്തുവിനെയും കൂട്ടി തെക്കിനിയിലേക്ക് പൊക്കിയോ. നന്ദൻ അനുജത്തിക്ക് കൽപ്പന നൽകി. അതാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കണം മുറി. പോയി രണ്ടാളും വേഷം മാറ്റ്. വരൂ ചന്തേട്ടാ. കല്യാണി ക്ഷണിച്ചിട്ട് മുമ്പേ നടന്നു. തെക്കിനിയിൽ കടന്നതും അവൾ പറഞ്ഞു, ചന്തേട്ടൻ വേഷം മാറിക്കോളൂ, എനിക്കൊന്ന് കിടക്കണം, വല്ലാത്ത ക്ഷീണം. അവൾ കിടക്കയിലേക്ക് വീണു കഴിഞ്ഞു. ഞാൻ വേഷം മാറ്റണില്ല, ചന്തു പറഞ്ഞു. നേരെ മടങ്ങുക. കല്യാണിക്ക് അത്ഭുതം. എങ്ങോട്ട്? എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക്. വന്ന ഉടനെ നീ നിൻ്റെ ഏട്ടനോട് പരാതി പറഞ്ഞില്ലേ? ചന്തേട്ടൻ വഴക്ക് പറഞ്ഞു. വീഴിച്ചു. മതി. ഇപ്പോഴും നിൻ്റെ ഗാർഡിയൻ ഏട്ടനാ, ഞാൻ ആരുമല്ലല്ലോ. അവൻ പുറത്തേക്ക് നടന്നു. കല്യാണി വല്ലാതെയായി. കിടക്കയിൽ നിന്ന് അവൾ പിടഞ്ഞെണീറ്റു. ചന്തുവേട്ടാ. ഉറക്കെ കരഞ്ഞുകൊണ്ട് കല്യാണി ഓടി ഹാളിലെത്തി.
ഹാളിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ചന്തുവും നന്ദഗോപനും ഗൗരിയും ചെറിയമ്മയും എല്ലാം. നന്ദഗോപൻ അമ്പരപ്പോടെ കല്യാണിയെ നോക്കി. എന്താ കല്ലു? കല്യാണി ചന്തുവിൻ്റെ നേർക്ക് കൈ ചൂണ്ടി. ഈ ചന്തുവേട്ടൻ എന്നോട് വഴക്കിട്ട് ഇറങ്ങിപ്പോകാൻ നോക്കുക. ഞാൻ ഒന്നും ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല. ചന്തുവേട്ടൻ എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാ. നന്ദഗോപൻ ചന്തുവിനെയും കല്യാണിയെയും മാറി മാറി നോക്കി. ചന്തു മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. കല്യാണിക്ക് വഴക്കിടാൻ കാരണം വേണ്ടല്ലോ. ഇലയ്ക്കും മുള്ളിനും കേടുവരാത്ത പാകത്തിൽ ഏതോ തമാശ കേട്ടതുപോലെ നന്ദഗോപൻ ചിരിച്ചു. ചന്തു നിന്നെ കളിയാക്കിയതല്ലേ മോളെ? നന്ദഗോപൻ ചോദിച്ചു. ചെറിയമ്മ ചായ എടുത്തോന്നറിയാനല്ലേ അവൻ ഇങ്ങോട്ട് പോകുന്നത്? അതെയോ? നാണത്തോടെ കല്യാണി ചന്തുവിനെ നോക്കി. ചന്തുവിൻ്റെ പിണക്കം അലിഞ്ഞിരുന്നില്ല. എങ്കിലും നന്ദേട്ടൻ്റെയും ഓപ്പോളുടെയും ചെറിയമ്മയുടെയും മുമ്പിൽ വെച്ച് അത് പ്രകടമാക്കാൻ അവന് മടി. ചന്തു വളരെ പിശുക്കി ഒന്ന് ചിരിച്ചു. നോക്ക്, രണ്ടുപേർക്കുമുള്ള ചായ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ചെറിയമ്മ കല്യാണിയോട് പറഞ്ഞു. ചായ എടുത്ത് നീ തന്നെ ചന്തുവിന് കൊടുത്തോളൂ. കല്യാണിക്ക് സമാധാനമായി. അവൾ ചായക്കപ്പുമായി ചന്തുവിൻ്റെ അരികിലെത്തി. അവനത് നിഷേധിക്കുമോ എന്ന് ഗൗരിക്ക് ഭയമുണ്ടായിരുന്നു. പക്ഷെ ചന്തു കപ്പ് വാങ്ങി. അപ്പോൾ നന്ദഗോപൻ അനിയത്തിയെ ഉപദേശിച്ചു. എൻ്റെ അടുത്തേക്ക് കാണിക്കുന്നത് പോലത്തെ തോന്നിയാസങ്ങളൊന്നും നീ ചന്തുവിൻ്റെ അടുത്ത് കാണിക്കല്ലേ എൻ്റെ പെണ്ണേ. അയാൾ നിൻ്റെ ഭർത്താവാണ്, നിൻ്റെ കളിക്കുട്ടിയല്ല. അതിന് ഞാൻ എന്ത് തോന്നിയാസാണ് നന്ദ കാണിച്ചത്? കല്യാണി മുഖം കൂർപ്പിച്ചു. ഈ ചന്തുവേട്ടനല്ലേ എന്നോട്. അവൾ വീണ്ടും രംഗം വഷളാക്കുമോ എന്ന പേടി തോന്നിയതിനാൽ നന്ദൻ ധൃതിയിൽ അറിയിച്ചു. മതി മതി എൻ്റെ മാഡം, ഞാനൊന്നും പറഞ്ഞില്ല. ഞഞ്ഞേ. നന്ദൻ്റെ നേർക്ക് കൊഞ്ഞനം കാട്ടിയിട്ട് കല്യാണി വെട്ടിത്തിരിഞ്ഞ് അടുക്കളയിലേക്ക് പോയി. അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ചന്തു. ഇവൾ വല്ല മന്ദബുദ്ധിയാണോ? അവന് സംശയമായി. കളി മാറിയിട്ടില്ല അവൾക്ക്. നന്ദഗോപൻ ചന്തുവിനോട് പറഞ്ഞു. താൻ മറ്റൊന്നും വിചാരിക്കരുത്. ഏയ്. ചന്തുവിൻ്റെ മുഖത്തൊരു വരണ്ട ചിരി പ്രകടമായി. അല്പം കഴിഞ്ഞ് അവൻ തൊടിയിലേക്ക് ഇറങ്ങിപ്പോയി. തനിച്ചായപ്പോൾ നന്ദഗോപൻ ഗൗരിയോട് പറഞ്ഞു. കല്യാണിയുടെ സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാം. ലോകമെന്തെന്ന് അറിയില്ല അവൾക്ക്. പക്ഷെ ചന്തു അങ്ങനെയല്ലല്ലോ. അവൻ അല്പം കൂടി ക്ഷമിച്ചുകൂടെ? മുറിയിൽ നിന്ന് ഇറങ്ങി വരണത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ ആ വഴിക്ക് പോയി കളയുമെന്ന്. എന്താ ഒരു ദേഷ്യം? കല്യാണിയുടെ സ്വഭാവം നമുക്കല്ലേ അറിയൂ? ഗൗരി ചോദിച്ചു. ചന്തു അത് പഠിച്ചു വരണതല്ലേയുള്ളൂ. പിന്നെ അവനും ഒരു പുരുഷനല്ലേ. ഭാര്യയിൽ നിന്ന് കിട്ടുന്ന അപമാനം കണ്ണുമടിച്ച് പൊറുക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? നോക്ക്, നീ ഇപ്പോൾ ചന്തുവിൻ്റെ പക്ഷത്തു നിന്നാ സംസാരിക്കണത്. സ്ത്രീ എത്ര സ്വാതന്ത്ര്യവാദിയായിരുന്നാലും സ്വന്തം അച്ഛൻ്റെ സഹോദരൻ്റെയും മകൻ്റെയും ഒക്കെ കാര്യം വരുമ്പോൾ സ്ത്രീ പുരുഷൻ്റെ പക്ഷത്ത് തന്നേ നിൽക്കൂ. നന്ദഗോപൻ പറഞ്ഞു. അങ്ങനെ തന്നെയാ. ഗൗരി വാശിയിൽ സമ്മതിച്ചു. പുരുഷനും അങ്ങനെയാ. സ്ത്രീ കുടുംബത്തിലെ വിളക്കായിരിക്കും, ക്ഷമയുടെ അവതാരമായിരിക്കണം, പുരുഷൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്നവളായിരിക്കണം എന്നൊക്കെ പറയുന്ന പുരുഷനും സ്വന്തം അമ്മയെയും സഹോദരിയെയും മകളെയും എല്ലാം ഈ ബന്ധനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കും. അതായത് ഒരുതരം തൻപിള്ള നയം. നന്ദൻ ഭാര്യയിൽ നിന്ന് മുഖം തിരിച്ചു പിടിച്ചു. നിനക്ക് മനസ്സിലാവില്ല ഗൗരി. ഒരു ഭാര്യ എപ്പോഴും ഭർത്തൃകുടുംബത്തോടൊപ്പം തന്നെ നിൽക്കണം. ഭർത്തൃകുടുംബം എന്ന് പറയുമ്പോൾ അതിൽ ഭർത്താവിൻ്റെ അമ്മയും സഹോദരിയും ഒക്കെ പെടുമല്ലോ. ഭാര്യ ഭർത്തൃകുടുംബത്തോടൊപ്പം തന്നെ നിൽക്കും. പക്ഷേ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കാൻ അവളോട് പറയരുത്. അവളും ഒരു മനുഷ്യജീവിയാണ്. ഭർത്താവിനുള്ളതുപോലുള്ള സെൻറ്റിമെൻറ്റ്സ് ഒക്കെ അവൾക്കും ഉണ്ട്. അപ്പോൾ പിന്നെ പ്രശ്നമേ ഇല്ല. ഗൗരി ഇങ്ങനെ കർശനമായി വാദിക്കുന്നത് ആദ്യമായിരുന്നു. അതിൻ്റെ അമ്പരപ്പുണ്ടായി നന്ദഗോപന്. ഗൗരിയോട് സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കാൻ പറഞ്ഞുവോ ഞാൻ? നന്ദൻ ചോദിച്ചു. നന്ദേട്ടൻ അറിയാമല്ലോ, ചന്തുവിൻ്റെ ദയയിലാണ് ഇന്നത്തെ എൻ്റെ ഇവിടുത്തെ ജീവിതമെന്ന്. അവൻ ദാനം തന്ന ജീവിതം. ആ നിലയ്ക്ക് അവനൊരു പ്രയാസമുണ്ടാകുന്നത് എനിക്കും പ്രയാസമാണ്. അക്കൂടെ അവനോട് ഇനിയും നിബന്ധനകൾ വയ്ക്കാൻ എനിക്കാവില്ല നന്ദേട്ടാ. നമ്മൾ മാറ്റിയെടുക്കാൻ നോക്കേണ്ടത് കല്യാണിയെയാണ്. രോഗത്തിന് ചികിത്സിക്കുന്നത് പോലെ തന്നെ അവളുടെ സ്വഭാവത്തിനും ചികിത്സ ആവശ്യമാണ്. എന്തു മറുപടി പറയണമെന്നറിയാതെ നന്ദൻ പതറി നിന്നു. അത് നിൽക്കട്ടെ. ഗൗരി മുഖത്ത് പുഞ്ചിരി അണിഞ്ഞു. നന്ദേട്ടൻ ഒരു കപ്പ് ചായ കൊണ്ടുവരട്ടെ, ചൂടോടെ? ആ. നന്ദൻ്റെ ചുണ്ടിലും പുഞ്ചിരിയുടെ ഒരു നനുത്ത രേഖ പ്രകടമായി. അവൻ മുകൾ നിലയിലേക്ക് നടന്നു. മുകളിലെ ജനാലകൾ തുറന്നപ്പോൾ കണ്ടു ഗന്ധർവക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ചന്തുവും കല്യാണിയും. ചന്തുവിന് കല്യാണി കുരിയാറ്റകളുടെ കൂട് കാണിച്ചു കൊടുക്കുകയാണ്. അവൻ്റെ മുഖത്ത് കൗതുകം. ഗൗരി ചായയുമായി വന്നപ്പോൾ നന്ദൻ ആ കാഴ്ച ചൂണ്ടിക്കാട്ടി. കണ്ടോ, കുട്ടികളാണവർ. എത്ര പെട്ടെന്ന് പിണക്കം മാറി. നമ്മളാണ് ഓരോന്നിനും നിരവധി വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ വന്ന ദിവസം തൊട്ട് കല്യാണിയുടെ സ്വഭാവവും അസുഖവും ഗൗരിക്ക് ഭീമൻ കാര്യമായി. എന്നാൽ ചന്തുവിനെ നോക്ക്, അവനതൊന്നും ഒരു പ്രശ്നമേയല്ല. മുതിരുംതോറുമാണ് മനുഷ്യന് ജീവിതം ഒരു കീറാമുട്ടിയാവുന്നത്. ഗൗരി ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിശബ്ദം നിന്നു. താൻ പറഞ്ഞല്ലോ തൻ്റെ ഇവിടുത്തെ ജീവിതം ചന്തുവിൻ്റെ ദാനാണെന്ന്. നന്ദൻ പരിഭവത്തിൽ ഗൗരിയെ നോക്കി. ചന്തുവിൻ്റെയും കല്യാണിയുടെയും വിവാഹം നടന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഉപേക്ഷിക്കുമായിരുന്നുവെന്നാണോ കരുതുന്നത്? അങ്ങനെ ചില സൂചനകളൊക്കെ തന്നിരുന്നല്ലോ. സൂചനകൾ. അപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ വല്ലതുമൊക്കെ പറഞ്ഞിരിക്കാം. പക്ഷേ ഗൗരിയില്ലാത്തൊരു ജീവിതം നന്ദഗോപനുണ്ടാവില്ല. നിന്നെ ഉപേക്ഷിക്കാനും ഉപേക്ഷിക്കാതിരിക്കാനും വയ്യാതെ ഞാൻ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തേനെ. അതാവുമായിരുന്നു സംഭവിക്കുക.
എൻ്റെ നന്ദേട്ടാ. ഏങ്ങലോടെ ഗൗരി ആ ദേഹത്തേക്ക് ചാഞ്ഞു. നന്ദൻ്റെ കൈകൾ മുറുകി. തൻ്റെ നന്ദേട്ടൻ സ്നേഹമുള്ളവനാണെന്ന് ഗൗരിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ വേണ്ടി വന്നു. നന്ദേട്ടൻ്റെ സാഹചര്യമാവാം അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നതും. ആ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ ഗൗരി ശ്രമിച്ചു. കുരിയാറ്റക്കൂടിന് അരികിൽ നിന്ന് കല്യാണിയും ചന്തുവും പോയത് പുഴക്കരയിലേക്കാണ്. വെള്ളമ്മയുണ്ടാവും കടവിൽ, കല്യാണി പറഞ്ഞു. തുണി തിരുമ്പുകയാവും. ആരാ വെള്ളമ്മ? ചന്തുവേട്ടൻ കണ്ടില്ലേ ആ ചേല ചുറ്റിയ തടിച്ചു കുള്ളത്തിയായ തള്ള? ഇവിടുത്തെ ജോലിക്കാരിയാ, പാവാ. വെള്ളമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത് ചന്തുവേട്ടൻ്റെ അടുത്ത് അമ്പിനും വില്ലിനും വിട്ടുകൊടുക്കരുതെന്നാ. ചന്തു അവളെ അത്ഭുതത്തിൽ നോക്കി. എന്ന് വെച്ചാൽ ആണുങ്ങളൊക്കെ കള്ളന്മാരാണത്രേ. തരം കിട്ടിയാൽ ചതിക്കുത്രേ. കാണുന്ന ഏത് പെണ്ണിൻ്റെ അടുത്തും സേവ കൂടൂത്രേ. ചന്തുവിൻ്റെ മുഖം ചുവന്നു. വെള്ളമ്മ പറയണതൊക്കെ കല്യാണി വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ വെള്ളമ്മ കളവ് പറയില്ല. കണ്ടാരുമുത്തൻ്റെ പേരിൽ കള്ളയാണ് ഇട്ടാൽ കണ്ണ് പൊട്ടിപ്പോവുത്രേ. വെള്ളമ്മയുടെ ഭർത്താവ് വെള്ളമ്മയെ പറ്റിച്ചിട്ടുണ്ടാവും. അതാ അവരങ്ങനെയായി അങ്ങനെ പറയണത്. അത് നടന്ന കളിയായി. കല്യാണി ഗൗരവത്തിൽ തല കുലുക്കി. വെള്ളമ്മയെ പറ്റിക്കാൻ വെള്ളമ്മ സമ്മതിച്ചിട്ട് വേണ്ടേ? 3 കല്യാണം കഴിച്ചു വെള്ളമ്മ. 3 പേരെയും വേണ്ടെന്ന് വെച്ചു. കള്ളന്മാരുടെ കൂടെ താമസിക്കാൻ വയ്യാത്രേ. അതിലും അന്തസ്സ് അന്യന് വീട് പണി ചെയ്ത് കഴിയണതാണ് പോലും. ചന്തുവിൻ്റെ മുഖത്ത് ചിരി പടർന്നു. ആ വെള്ളമ്മയാണ് കല്യാണിയുടെ മാതൃക ഇല്ലേ? എത്രയായാലും വെള്ളമ്മ കള്ളം പറയില്ല. അതുകൊണ്ടാണ് എനിക്കതിനെ ഇഷ്ടം, കല്യാണി പറഞ്ഞു. അവർ കടവിലെത്തിയിരുന്നു. അവിടെ ഒരു അലക്കുകല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണി മൂക്കിൽ വിരൽ ചേർത്തു. വെള്ളമ്മ തുണി തിരുമ്പി പോയി എന്ന് തോന്നുന്നു. എങ്കിൽ നമുക്ക് മടങ്ങാം, ചന്തു ചോദിച്ചു. ആ, കല്യാണി തലയാട്ടി. തൊടിയിലൂടെ നടക്കുമ്പോൾ കല്യാണി പറഞ്ഞു. ദാ അതിരിലെ മുളങ്കൂട്ടത്തിൽ മഞ്ഞക്കിളികൾ. നോക്കി കണ്ടോളൂ. മഞ്ഞക്കിളിയെ കാണുന്നത് ഭാഗ്യമാണത്രേ. ചന്തുവിന് പകുതി മനസ്സുകൊണ്ട് കല്യാണിയെ ഇഷ്ടമായിരുന്നു. പാവമാണവൾ. ഈ തൊടിയും പുഴയോരവും വെള്ളമ്മയും കുരിയാറ്റുകളും ഒക്കെയാണ് അവളുടെ ലോകം. ഇവിടെ അവൾ സംതൃപ്തിയാണ്. പക്ഷെ തൻ്റെ ലോകം ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ. അതാണ് പ്രശ്നം. കല്യാണിക്ക് തൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആ ലോകവുമായി പൊരുത്തപ്പെടാനും വിഷമമാവും. തങ്ങൾ 2 മക്കളും അച്ഛനെയും അമ്മയെയും വീട്ടിൽ തനിച്ചാക്കി ഇവിടെ വന്ന് താമസിക്കുന്നത് ശരിയല്ലല്ലോ. കല്യാണിയുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി താൻ ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിൽ ഓപ്പോളും നന്ദേട്ടനും അവിടെ ചെന്ന് അച്ഛൻ്റെയും അമ്മയുടെയും അടുക്കൽ പാർക്കേണ്ടി വരും. അത് നന്ദേട്ടന് സമ്മതമാകുമെന്ന് തോന്നണില്ല. ചന്ദേട്ടൻ ആരെക്കുറിച്ചാണ് ആലോചിക്കുന്നത്? ഒരു ചാട്ടുളി പോലെ കല്യാണിയുടെ ചോദ്യം അവരിലേക്ക് പാഞ്ഞു വന്നു. അവളുടെ മുഖത്ത് ചുണ്ടി. നിന്നെക്കുറിച്ച്? ചന്തു വളരെ പതുക്കെയാണ് അറിയിച്ചത്. എനിക്കറിയാം, ചന്തുവേട്ടൻ എന്നെ ഇഷ്ടമല്ല. ചന്തുവേട്ടൻ മറ്റാരെയോ കുറിച്ചാണ് ഓർത്തത്. നിനക്ക് വെള്ളമ്മ പഠിപ്പിച്ചു തന്ന പാഠങ്ങളല്ലേ അറിയൂ? ചന്തു ചോദിച്ചു. വെള്ളമ്മ പഠിപ്പിക്കാതെ തന്നെ എനിക്കറിയാം. ചന്തുവേട്ടൻ്റെ കോളേജിൽ ഒരുപാട് സുന്ദരി പെൺകുട്ടികൾ ഉണ്ടാവില്ലേ? എനിക്കറിയാം. അവറ്റകളോടൊക്കെ ചന്തുവേട്ടൻ കിന്നാരം പറയും. എനിക്കറിയാം, ചന്തുവേട്ടൻ കള്ളനാ. അവൾ കലമ്പി. നിനക്കൊന്നും അറിയില്ല കല്യാണി. നീ ഒരു മണ്ടി പെണ്ണാ. എങ്കിൽ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാമോ? കണ്ടാരമൂത്തനെ പിടിച്ച് സത്യം ചെയ്യണോ? ചന്തു ചിരിയോടെ അവളെ നോക്കി. കോളേജിലെ പെൺകുട്ടികളോടൊന്നും മിണ്ടില്ലെന്ന്. അതിൽ ഭേദം ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിക്കുന്നതല്ലേ. ജോലി ഉപേക്ഷിച്ചാലും കുഴപ്പമൊന്നും വരാനില്ല. പ്രത്യേക രീതിയിൽ മുഖം ചലിപ്പിച്ചുകൊണ്ടായിരുന്നു കല്യാണിയുടെ വർത്തമാനം. 4 തലമുറയ്ക്ക് സുഖമായി ജീവിക്കാനുള്ള സ്വത്തുണ്ട് ഇവിടെ. ചന്തുവേട്ടൻ ഈ വീട്ടിൽ ഒരു കുറവും വരില്ല. ഇത്തിരി പോകുന്ന കൊച്ചു വീടിനേക്കാൾ എത്രയോ സൗകര്യമുണ്ട് ഇവിടെ. അവിടുത്തെ പോലെ റേഷനരി വാങ്ങണ്ട. ആണ്ടോടാണ്ട് ഉണ്ണാനും വിൽക്കാനുമുള്ള നെല്ല് കിട്ടും. പച്ചക്കറി വാങ്ങാൻ കടയിൽ പോണ്ട. തൊടിയിൽ നിന്ന് പറിച്ചെടുക്കാം. പിന്നെ തലയിൽ തേക്കാൻ തേങ്ങ ആട്ടിയ നല്ല വെളിച്ചെണ്ണയുമുണ്ട്. മുങ്ങി കുളിക്കാൻ കണ്ണീര് പോലുള്ള വെള്ളം ഒഴുകുന്ന പുഴയുണ്ട്. അതൊക്കെ പോരെ ചന്തുവേട്ടന്? ചന്തുവിന് ആ വർത്തമാനം വല്ലാതെ ചൊറിച്ചിലുണ്ടാക്കി. ഇവിടെ എത്തിയ ശേഷമാണ് കല്യാണിയുടെ ഒച്ചയും പത്രാസം വർദ്ധിച്ചത്. ഇക്കണക്കിന് ഇവളുടെ വീട്ടിൽ അധിക ദിവസം തങ്ങുന്ന വിഷയമേ ഇല്ല. എന്തേ ചന്തുവേട്ടനൊന്നും മിണ്ടാത്തെ? ജോലി രാജിവെച്ച് ഞാനിവിടെ നിൻ്റെ തീറ്റയും കുടിയുമായാൽ എൻ്റെ അച്ഛനും അമ്മയും അവിടെ എങ്ങനെ ജീവിക്കുന്ന? ഈഷയിലാണ് ചന്തു ചോദിച്ചത്. ആ ചോദ്യം കല്യാണിക്ക് രസമായില്ല. അവളുടെ മുഖം കൂർത്തു. അവറ്റോളുടെ ചെലവിനുള്ളത് അങ്ങോട്ട് ഏൽപ്പിച്ചാൽ പോരെ? അവറ്റോളോ? ചന്തുവിന് ദേഷ്യം അടക്കാനായില്ല. കല്യാണിയുടെ 2 ചെവിയിലും പിടിച്ച് അവൻ തിരുമി. എൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ അവറ്റോളാ? കല്യാണിയുടെ കണ്ണിലൂടെ പൊന്നീച്ച പറന്നു. അവൾ ഉറക്കെ നിലവിളിച്ചു. നന്ദ, ചെറിയമ്മേ, ഈ ചന്തുവേട്ടൻ. കല്യാണിയുടെ ശബ്ദം ഉയർന്നു. ചന്തുവിൻ്റെ നഖങ്ങൾ ആ കാതുകളിൽ അമർന്നു. അവർ മുറ്റത്തിന് അരികിലെത്തിയിരുന്നു. കല്യാണിയുടെ കരച്ചിൽ കേട്ട് നന്ദഗോപനും ഗൗരിയും ചെറിയമ്മയും ഓടി പിന്നിറയത്തേക്ക് വന്നു. എന്തേ ഇത്? നന്ദഗോപൻ പരിഭ്രമത്താൽ ആരാഞ്ഞു. ചന്തു കല്യാണിയിൽ നിന്ന് കൈ പിൻവലിച്ചു. കല്യാണി ഓടി മണൽ വിരിച്ച മുറ്റത്ത് കയറി. ഈ ചന്തുവേട്ടൻ എൻ്റെ കാതിൽ പിടിച്ച് മുറുക്കെ തിരുമി. അവൾ നന്ദുവിനോട് പരാതിപ്പെട്ടു. നോക്കൂ, നഖം കൊണ്ട് ചോര പൊടിഞ്ഞെന്നാ തോന്നണേ.
ഞാനൊന്നും ചെയ്തില്ല. ഇവിടെ താമസിക്കണതല്ലേ നന്ദേട്ടാ സുഖം എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. നന്ദൻ ഗൗരിയെ ഒന്ന് നോക്കി. ഗൗരിക്ക് അമ്പരപ്പ്. ഈ ചന്തുവേട്ടൻ ദുഷ്ടനാ, കള്ളനാ, എനിക്കിഷ്ടമല്ല. കല്യാണി തുടർന്നു. അവിടെ വെച്ചും എന്നോട് വഴക്കിട്ടു, പോരുമ്പോൾ പഴുക്കി വെച്ചും വഴക്കിട്ടു. ഇപ്പം ഇവിടെ വന്നിട്ടും. അവൾ പകയോടെ ചന്തുവിനെ നോക്കി. ദുഷ്ടാ, കൊരങ്ങാ, ഞാൻ കാണിച്ചു തരാടാ. പെട്ടെന്നാണ് ചന്തു കുനിഞ്ഞ മുറ്റത്തു നിന്ന് ഒരു പിടി മണൽ വാരി കല്യാണിയെ ആഞ്ഞെറിഞ്ഞത്. കല്യാണി സ്തബ്ധയായി നിന്നു. നന്ദനും നടുക്കം. ഗൗരിക്ക് പോലും അത് വിശ്വസിക്കാനായില്ല. ചന്തു തിരിഞ്ഞ് വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. നന്ദൻ വീണ്ടും ഗൗരിയെ നോക്കി. സത്യത്തിൽ ആർക്കാണിപ്പോൾ തകരാറ്? എൻ്റെ അനിയത്തിക്കോ അതോ നിൻ്റെ അനിയനോ? ഗൗരിയുടെ മുഖം കുനിഞ്ഞു. എന്നാൽ നന്ദൻ്റെ ചോദ്യം ചെറിയമ്മയ്ക്ക് തീരെ ഇഷ്ടമായില്ല. ചെറിയമ്മ കനത്തിൽ നന്ദനെ നോക്കി. തകരാറ് ആരുടെ പക്ഷത്താണെന്ന് നീയും കണ്ടുല്ലോ. നിന്റെ ഭാര്യ നിന്നെ ദുഷ്ടൻ, കള്ളൻ എന്നൊക്കെ വിളിച്ചാൽ നിനക്ക് സൂഹിക്കോ? ചന്തു ആ ദേഷ്യം തീർക്കാനായി മുറ്റത്തെ മണൽ വാരി തലവഴി എറിഞ്ഞു. അതല്ലേ ഉള്ളൂ. വേറെ വല്ല ആൺകുട്ടികളുമായിരുന്നെങ്കിൽ മുഖമടിച്ച് അടിച്ചേനെ. അത് നമ്മൾ കണ്ടു നിൽക്കേണ്ടിയും വന്നേനെ. നന്ദൻ മിണ്ടിയില്ല. ഈ തൻപിള്ള നയം കൊള്ളില്ല നന്ദ, ചെറിയമ്മ തുടർന്നു. തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. കുറ്റം എപ്പോഴും മറ്റുള്ളവരുടെ പക്ഷത്ത് കെട്ടിവെക്കണത് ഒരു നല്ല ശീലമല്ല. പിന്നെ ചെറിയമ്മ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. എന്താ കുട്ടി ഇത്? നീ മോഹിച്ചവനെ തന്നെ നിനക്ക് കിട്ടി. എന്നിട്ടാ ഇങ്ങനെ ആയാൽ എത്ര ക്ഷമയുള്ളവനായാലും ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരും. ഇത് വേണ്ടിയിരുന്നില്ല എന്ന് അവന് തോന്നാൻ ഇട കൊടുക്കരുത്. ചെറിയമ്മയുടെ വാക്കുകൾ കല്യാണിയിലേറ്റു. അവളുടെ മുഖം കുനിഞ്ഞു. നേരിയ ഏങ്ങലിൽ ആ ശരീരം ഉലഞ്ഞു. നിന്നോട് ദേഷ്യമുണ്ടായിട്ടല്ല ചെറിയമ്മ പറയണത്, സ്നേഹമായിട്ടാ. നിനക്കും നിൻ്റെ ഏട്ടനും വേണ്ടിയിട്ടായി ചെറിയമ്മ ജീവിക്കണത്. അത് മനസ്സിലാക്കാനുള്ള വിവേകം നിനക്കുണ്ടാവണേ മോളെ. ചെറിയമ്മയെ ഏങ്ങലടിച്ചുകൊണ്ട് കല്യാണിയെ ചുമലിലേക്ക് വീണു. സാരമില്ല മോളെ. ചെറിയമ്മ മുതുകിൽ തഴുകി. ഇതൊരു ചെറിയ കാര്യമാണ്, വെറും കുട്ടിക്കളി. ഇത് ഇനിയും പെരുപ്പിക്കാതിരുന്നാൽ മാത്രം മതി. ചെന്ന് ചന്തുവിനോട് മാപ്പ് പറയേ. തെറ്റ് നിന്റെ പക്ഷത്താ. കല്യാണിയെ ചേർത്ത് പിടിച്ച് ചെറിയമ്മ അകത്തേക്ക് നയിച്ചു. ചന്തു പൂമുഖത്തായിരുന്നു. കല്യാണിയെ പിന്നിലെ വാതിൽക്കൽ നിർത്തിയിട്ട് ചെറിയമ്മ ചന്തുവിൻ്റെ അരികിലെത്തി. മോൻ ഇവിടെ വന്ന് പിണങ്ങിയിരിക്കുക. ചന്തുവിൻ്റെ ഒപ്പം ഇരുന്ന ശിരസിൽ തലോടിക്കൊണ്ട് ചെറിയമ്മ തിരക്കി. യാതൊരു കഥയുമില്ലാത്ത പെണ്ണാ അവള്. അതിൻ്റെ ഒപ്പം തുടങ്ങുവാണോ മോനും? ഏയ് ഞാൻ. ചന്തു ചമ്മലോടെ പുഞ്ചിരിച്ചു. എനിക്ക് പിണക്കമൊന്നുമില്ല. എങ്കിൽ കല്യാണി പറഞ്ഞതൊന്നും എൻ്റെ മോൻ കാര്യമായിട്ട് എടുക്കരുത്. അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്ന കുട്ടിയാ. ആകെയുള്ളത് ഈ ഒരു ഏട്ടൻ മാത്രം. അതുകൊണ്ട് അവൻ ലാളിച്ച് ഈ നിലയിലാക്കി. ചന്തു വേണം അവൾക്ക് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കാൻ. നീ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകും. നിന്നെ അവൾക്ക് ജീവനാ, എനിക്കറിയാതെ. ചെറിയമ്മ നെഞ്ചിൽ കൈ ചേർത്തു. ചെറിയമ്മയുടെ സ്നേഹത്തിൽ ചന്തു ഒരു മഞ്ഞൻ കണികയായി അലിഞ്ഞു. തങ്ങൾക്ക് സ്നേഹസ്വരൂപിണിയായ ഒരു അമ്മയുണ്ട്. പക്ഷെ ഈ ചെറിയമ്മ അമ്മയെ മറികടന്നിരിക്കുന്നു. കല്ലു, ഇവിടെ വരൂ. ചെറിയമ്മ തിരിഞ്ഞ് കല്യാണിയെ വിളിച്ചു. പിന്നിൽ നിന്ന് കല്യാണിയുടെ പാദസ്വരങ്ങൾ കൊഞ്ചിയെടുക്കുന്നത് ചന്തു അറിഞ്ഞു. ഇങ്ങടുത്തു വാ, ചെറിയമ്മ അറിയിച്ചു. ചന്തുവിൻ്റെ മുന്നിലേക്ക്. കല്യാണി ചന്തുവിൻ്റെ മുന്നിലെത്തി നിന്നു. ചന്തു അവളെ നോക്കി. ആ കണ്ണുകളിൽ പേടിയും സങ്കടവും എന്തൊക്കെയോ യാചനകളും. തൊടിയിലൂടെ ഒപ്പം നടന്ന് തന്നെ ചുണ്ടി പിടിപ്പിച്ച കല്യാണി അല്ല ഇതെന്ന് അവന് തോന്നി. മാപ്പ് പറയടി. ചെറിയമ്മയുടെ ശാസന. കല്യാണിയുടെ മുഖം കൂടുതൽ ദയനമായി. മാപ്പു ചന്തുവേട്ടാ. പറഞ്ഞതോടൊപ്പം അവൾ വിങ്ങി പൊട്ടിക്കരഞ്ഞു. ചന്തുവിന് വല്ലാതെയായി. ചെറിയമ്മ പറഞ്ഞത് എത്ര ശരിയാണെന്ന് അവന് തോന്നി. യാതൊരു കഥയുമില്ലാത്ത പെണ്ണ്. അവളെ നോക്കി അവൻ പുഞ്ചിരിച്ചു. ആ മുഖത്ത് ചിരിയുടെ പൊടിപ്പുകൾ കാണും വരെ. പിന്നെ അവൻ വിളിച്ചു, ഓടി കഴുതേ. കല്യാണിക്കൊപ്പം ചെറിയമ്മയും ചിരിച്ചുപോയി. ഒപ്പം വാത്സല്യാതിരേകത്താൽ ചന്തുവിൻ്റെ ചുമലിൽ ഒട്ടും നോവിക്കാത്ത ഒരടിയും കൊടുത്തു. അപ്പോൾ തമാശയോ അറിയാം അല്ലേ കള്ളന്? പോയി തലയിലെ മണൽ കഴുകിക്കളയത്. ചന്തു കല്യാണിയോട് കൽപ്പിച്ചു. വാ. ചെറിയമ്മയും അവളെ വിളിച്ചു. പൊഴിയിൽ പോകാം. വയ്യെങ്കിലും ഞാനും വരാൻ തുണയ്ക്ക്. എണീറ്റ് കല്യാണിയോടൊപ്പം നടക്കുന്നതിനിടയിൽ ചെറിയമ്മ കിതപ്പോടെ പറഞ്ഞു. എഴുന്നേറ്റ് 2 അടി നടന്നാൽ കാല് കടയാൻ തുടങ്ങും. പിള്ളേരോടൊപ്പം എന്തേലും 2 വർത്തമാനം പറഞ്ഞൊന്ന് ചിരിക്കുകയോ മറ്റോ ചെയ്താൽ അപ്പം നെഞ്ചിൽ കിതപ്പാവും. ഒരുപക്ഷെ കാലം കഴിയാറായിട്ടുണ്ടാവും. അതിൻ്റേതാവും ഈ പ്രയാസം. ചെറിയമ്മയുടെ ഒച്ച അകന്നുപോയി. ചന്തു എഴുന്നേറ്റ് തങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന മുറിയിലേക്ക് നടന്നു. സാമാന്യം വലിയ മുറിയാണ്. പ്രതാപത്തിൻ്റെ വീട്ടിക്കട്ടിൽ, ചുവരിൽ രാസലീലയുടെ പെയിൻറ്റിങ്, അലമാരപ്പുറത്ത് ഒരു നർത്തകിയുടെ ദാരുശില്പം. ഇതൊന്നും കല്ലുവിൻ്റെ സംവിധാനമാവില്ല. അവൾക്ക് വേണ്ടി ഏട്ടൻ ചെയ്തതാവും. ചന്തുവിനെ ഏറെ വിസ്മയിപ്പിച്ചത് ആ കിടക്കറയോട് ചേർത്ത് അറ്റാച്ച് ചെയ്തിരുന്ന കുളിയറയാണ്. ഏതോ വൻകിട ഹോട്ടലിലുള്ളതുപോലെ ആധുനീകരിച്ച ആ കുളിമുറിയിൽ ബാത്ത് ടബ് വരെയുണ്ട്. ഒരുപക്ഷെ അതൊന്നും കല്യാണി ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. ഏട്ടന് പരിഷ്കരിക്കാൻ കഴിയാതെ പോയത് അവളെ മാത്രമാകും. ഏറ്റവും ഒടുവിലാണ് ചന്തു ആ വീണ കണ്ടത്. പഴയതരം വീണ. ഒരു മ്യൂസിയം പീസ് പോലുണ്ട്. വളരെ അന്വേഷിച്ച് സംഘടിപ്പിച്ചതാവും. അതോ നന്ദേട്ടൻ്റെ കുടുംബസ്വത്താവുമോ?
കല്യാണി പാടുമെന്നും വീണ വായിക്കുമെന്നും നന്ദേട്ടൻ പറഞ്ഞിരുന്നത് അവൻ ഓർത്തു. എന്നാൽ കല്യാണം കഴിഞ്ഞ് ഇത്രയുമായിട്ടും അതിൻ്റേതായ യാതൊരു ലക്ഷണങ്ങളും അവൾ പ്രകടിപ്പിച്ചിരുന്നില്ല. ഒരുപക്ഷെ ഈ വീണ അവളുടേതാവാം. ചന്തു ആ വീണയെടുത്ത് കിടക്കയിൽ വെച്ചു. ആ നിമിഷമാണ് ഗൗരി വാതിൽക്കൽ എത്തിയത്. ഞാൻ വിചാരിച്ചു ഇവിടെ പാക്ക് ചെയ്യുകയാവുമെന്ന് പറഞ്ഞിട്ട് ഗൗരി ദീർഘമായി നിശ്വസിച്ചു. ആര്? ചന്തു ഓപ്പോളെ നോക്കി. മറ്റാര്? നീ തന്നെ. ഞാൻ അത്ര മണ്ടനാണെന്ന് വിചാരിച്ചോ? മണ്ടനായതുകൊണ്ടല്ലല്ലോ, വലിയ ബുദ്ധിമാനായതുകൊണ്ട് തന്നെ. അപ്പോൾ ഓപ്പോൾ എന്നെ കളിയാക്കുകയാണല്ലേ? ചന്തു ചിരിച്ചു. ഞാനൊരു പാവമാണേ മാഡം. പാവമായതുകൊണ്ടാണല്ലോ പെൺകുട്ടികളുടെ തലയിൽ പൂഴി വാരി എറിയണത്. വെറും പെൺകുട്ടികളല്ലല്ലോ, എൻ്റെ തലയ്ക്ക് ഒഴിഞ്ഞിട്ടതല്ലേ. പറ്റില്ലെന്ന് പറയാമായിരുന്നില്ലേ? ആരും ഇയാളെ കമ്പൽ ചെയ്തിട്ടില്ലല്ലോ. മുഖമൊക്കെ ചുവന്നല്ലോ. ദേഷ്യത്തിലാണല്ലേ? എല്ലാം ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നതല്ലേ എനിക്ക് വേണ്ടി ത്യാഗമൊന്നും ചെയ്യണ്ടെന്ന്. ത്യാഗം ചെയ്തെന്ന് ആരേലും പറഞ്ഞോ? പിന്നെ എന്തേ നീ കാട്ടിയത്? നന്ദേട്ടൻ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? എൻ്റെ ധർമ്മസങ്കടം നീ ഓർത്തില്ലല്ലോ. രണ്ടു നിലയ്ക്കും കല്യാണിയോട് എനിക്കൊന്നും പറയാൻ വയ്യെന്നറിയാലോ. ഓപ്പോൾ ഒന്നും പറയണമെന്ന് എനിക്കില്ല. ഞാൻ തന്നെ അവൾക്ക് മറുപടി കൊടുത്തല്ലോ. അതിന് നന്ദേട്ടൻ ഒന്നും വിചാരിക്കേണ്ട കാര്യവുമില്ല. കല്യാണി എൻ്റെ ഭാര്യയാണ്. ഗൗരി അത്ഭുതത്തോടെ ചന്തുവിനെ നോക്കി. ഓപ്പോൾക്ക് വേണ്ടിയല്ല ഞാൻ കല്യാണിയെ ഭാര്യയാക്കിയത്, ചന്തു തുടർന്നു. കല്യാണിയെക്കുറിച്ച് അറിയും മുമ്പ് തന്നെ കല്യാണചന്തയിൽ മതിപ്പില്ലാതാവുന്ന ഏതെങ്കിലും പെൺകുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ തേടിയിരുന്നത്. എന്തേലും ന്യൂനതകളുള്ളവർ തങ്ങളോട് കരുണ കാട്ടുന്നത് വരെ അകമഴിഞ്ഞ് തിരികെ സ്നേഹിക്കുമെന്നായിരുന്നു എൻ്റെ ധാരണ. കാവ്യങ്ങളും പുരാണങ്ങളും ഹൃദിസ്ഥമാക്കിയ ഒരു ഭാഷാ വിദ്യാർത്ഥിക്ക് പറ്റിയ അമളിയാവാം, അല്ലെങ്കിൽ സ്നേഹം വെളിപ്പെടുത്താൻ അറിയാത്ത ഒരു മന്ദബുദ്ധിയാവാം എൻ്റെ ഭാര്യ. എനിവേ, ഞാനിത് സഹിക്കാൻ തയ്യാറാണ്. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. നീ സഹിക്കുമായിരിക്കാം, എന്നാൽ അമ്മയോ അച്ഛനോ ഇതൊക്കെ അറിയുമ്പോൾ എന്നെ മാത്രമാവും കുറ്റക്കാരിയാക്കുക. സത്യത്തിൽ എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ഞാൻ. അമ്മയോ അച്ഛനോ അറിയുമ്പോൾ എന്ന് പറയണ്ട, അമ്മയും അച്ഛനും എല്ലാം അറിഞ്ഞിരിക്കുന്നു. ഗൗരി ചന്തുവിനെ നോക്കി. നീ പറഞ്ഞോ? പറയേണ്ടി വന്നില്ല. ആദ്യ രാത്രിയിൽ തന്നെ കല്യാണിക്ക് അറ്റാക്ക് ഉണ്ടായി. ഈശ്വര, ഗൗരിയുടെ ചുണ്ടുകൾ വിറച്ചു. ഇനി എങ്ങനെ ഞാൻ അച്ഛൻ്റെ മുന്നിൽ ചെല്ലും? ഓപ്പോള് പേടിക്കണ്ട, ചന്തു പുഞ്ചിരിച്ചു. ഓപ്പോളെ ഞാൻ കുറ്റക്കാരിയാക്കില്ല, അല്ലെങ്കിൽ കുറ്റം എൻ്റേതല്ലേ. എന്നാണ് നിങ്ങൾ അങ്ങോട്ട് മടങ്ങുക? അതാണ് പ്രശ്നം. ചന്തുവിൻ്റെ മുഖം ഗൗരവപൂർണ്ണമായി. കല്യാണിക്ക് ഇവിടെ താമസിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഞങ്ങളോട് ഇവിടെ താമസിച്ചോളാനാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും? അതുതന്നെയാണ് എൻ്റെയും ചിന്ത. നമ്മൾ രണ്ട് മക്കൾക്കും വേണ്ടി ജീവിച്ചവരാണ് അച്ഛനും അമ്മയും. അവർ അവിടെ തനിച്ച് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ ഇവിടെ സമാധാനമായിരിക്കാൻ കഴിയും? വയ്യ, അത് പറ്റില്ല. ഗൗരി മുഖമിളക്കി. അച്ഛനെയും അമ്മയെയും തനിച്ചാക്കാൻ പറ്റില്ല. എന്നിട്ട് നമുക്കൊരു സന്തോഷവും വേണ്ട. എങ്കിൽ ഓപ്പോളും നന്ദേട്ടനും അവിടെ താമസിക്ക്. ഇക്കാര്യത്തിൽ നമ്മളോടൊപ്പം നിൽക്കേണ്ട ഒരു കടമ നന്ദേട്ടനുണ്ടല്ലോ. നന്ദേട്ടൻ സമ്മതിച്ചാൽ എനിക്ക് വയ്യ, വേപതുവോടെ ഗൗരി പറഞ്ഞു. അച്ഛന് മുന്നിൽ ചെന്നാൽ ഞാൻ ജീവനോടെ ദഹിച്ചു പോകും. ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പൊള്ളുന്നു. അതൊക്കെ ഓപ്പോളുടെ തോന്നലാണ്. ഓപ്പോൾ വെറുതെ. ചന്തുവിൻ്റെ വാചകം പൂർത്തിയായില്ല. അതിനു മുമ്പേ വാതിൽ തള്ളി തുറന്ന് കല്യാണി അകത്തെത്തി. മുന്നിലേക്ക് എടുത്തിട്ട നീണ്ട ഈറൻമുടിയിൽ നിന്ന് വെള്ളം ഊർന്നിറങ്ങുന്നു. ഈ ചന്തോട്ടം കാരണമല്ലേ ഞാൻ വെറുതെ ഒന്നുകൂടി കുളിക്കേണ്ടി വന്നത്? കലമ്പും വിധം അവൾ ചന്തുവിനെ നോക്കി. എൻ്റെ ഈശ്വര, അടുത്ത യുദ്ധം തുടങ്ങുവാൻ പോവുകയാണെങ്കിൽ ഈ ഉള്ളോള് അങ്ങ് മാറിയേക്കാമേ. തൊഴുകൈകളോടെ ഗൗരി പിന്നോക്കം നടന്നു. കല്യാണി ചന്തുവിനെ നോക്കി കിലുകില ചിരിച്ചു. പെട്ടെന്നാണ് കിടക്കയിലിരുന്ന വീണ അവൾ കണ്ടത്. ഇതാരെ ഇവിടെ എടുത്തു വെച്ചു? അനിയത്തി നന്നായി പാടുമെന്നും വീണ വായിക്കുമെന്നും ഒക്കെ ഏട്ടൻ പറഞ്ഞിരുന്നു. എങ്കിലും അതൊന്ന് പരീക്ഷിച്ച് കളയാമെന്ന് വിചാരിച്ചു. പോയി തല തോർത്തിയിട്ട് വാ, ചന്തു പറഞ്ഞു. ഞാൻ വീണ വായിക്കുന്ന നന്ദന പറഞ്ഞേ? കല്യാണി ചോദിച്ചു. നുണ പറഞ്ഞതാണ് കേട്ടോ ചന്തുവേട്ടാ. ഒരു മാഷെ വിളിച്ചു വരുത്തി നന്ദൻ കുറേ നോക്കിയതാ. ഈ നശിച്ച കമ്പികളിൽ വിരൽത്തുമ്പ് കൊണ്ട് കുറേ ചോര പോയി. വയ്യാന്ന് പറഞ്ഞാൽ നന്ദൻ സമ്മതിക്കണ്ടേ? ഒടുവിൽ മാഷോട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന്. പിന്നീട് അയാളെ ഇങ്ങോട്ട് വന്നിട്ടേയില്ല. കല്യാണി ചിരിച്ചു. ചന്തുവിൻ്റെ മുഖം വല്ലാതെ ഇരുണ്ടുപോയി. ചന്തുവേട്ടന് ഇഷ്ടമാണ് ഈ കുന്തം. കല്യാണി ചന്തുവിനെ നോക്കി. 2 പ്രാവശ്യം ഞാനിതിൻ്റെ കമ്പി മുറിച്ചു കളഞ്ഞതാ. നന്ദന പുത്തൻ കമ്പി കൊണ്ടുവന്ന് പിടിപ്പിച്ചത്. കല്യാണി പറയുന്നത് അക്ഷരം പ്രതി ശരിയാണെന്ന് ചന്തുവിന് മനസ്സിലായി. അല്ലെങ്കിൽ അവൾക്ക് ഈ ഒരു ഗുണമേയുള്ളൂ, കളവ് പറയില്ല. എന്നിട്ടും ചന്തു ചോദിച്ചു, കല്യാണി അപ്പോൾ പാടുകയില്ലേ? ചെറിയമ്മ പാടും, തിരുവാതിരപ്പാട്ട്, നന്ദനൻ ഗോവിന്ദനൊക്കെ. എനിക്കിഷ്ടമല്ല. ചന്തുവിന് അവളോട് വെറുപ്പായി. അതിലേറെ നന്ദേട്ടനോടും. നന്ദേട്ടൻ ഒരു ചതിയനാണെന്ന് അവൻ ഉറപ്പായി. എല്ലാ രീതിയിലും ആ അമർഷൻ അവൻ കല്യാണിയോടാണ് പ്രകടമാക്കിയത്. പിന്നെ എന്താണാവോ ഇങ്ങേർക്കിഷ്ടം? ചന്തുവിൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞിരുന്നു. എനിക്കൊന്നും ഇഷ്ടമല്ല പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി അവൾ പെട്ടെന്ന് നിന്നു. തിരിഞ്ഞ് ചന്തുവിനെ നോക്കി. ആ കണ്ണുകളിൽ സ്നേഹത്തിൻ്റെ തിര.
ഓടി ചന്തുവിൻ്റെ അരികിലെത്തി ആ നെഞ്ചിൽ അവൾ ചൂണ്ടുവിരൽ അമർത്തി. എനിക്കിഷ്ടം ഇതിനെ മാത്രമാ, അവൾ കൊഞ്ചി. അവളുടെ കൂർത്ത നഖം ചന്തുവിൻ്റെ നെഞ്ചിൽ പോറലുണ്ടാക്കി. സർവ്വദേഷ്യവും ഒരുമിച്ചപ്പോൾ അവൻ ആ കൈയിൽ കടന്നു പിടിച്ചു. ആ കിളുന്ന കൈ അവൻ്റെ വലതു കൈക്കുള്ളിൽ ഞെരുങ്ങി. കല്യാണിയുടെ മിഴിഞ്ഞ കണ്ണുകളിൽ തുള്ളികൾ പൊടിഞ്ഞു. നോവൽ നാളെ തുടരും.